എല്ലാവർക്കും ക്ലൂലെസ് പാസ്പോർട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഗോവയിലാണുള്ളത്. ഫാമിലി ആയിട്ട് ഞങ്ങൾ ഗോവയിൽ വന്നിരിക്കുകയാണ്. ഇറ്റ്സ് ദ സെക്കൻഡ് ഡേ ഇൻ ഗോവ. അപ്പോൾ വേറൊരു സ്പെഷ്യൽ എന്ന് പറയുന്നത് എൻ്റെ ബേബി മൂൺ കൂടെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യലായിട്ടാണ് ഞങ്ങൾ ഗോവയിലെത്തിയത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഗോവയിലെത്തി. ഗോവയിൽ ഞങ്ങൾ കലങ്കട്ടിലായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ മുന്നേ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് സെക്കൻഡ് ഡേ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അഗൂഡ ഫോർട്ടിൽ നിന്നാണ്. അപ്പോൾ ഇന്ന് കുറച്ച് നോർത്ത് ഗോവ പ്ലേസസ് ഒക്കെ വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഫാമിലി ആയിട്ട്. അപ്പോൾ കൂടാതെ ഞങ്ങൾ ഇനിയൊരു ഹോട്ടലിലാണ് ഇന്ന് ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. ആദ്യമായിട്ട് ഞങ്ങൾ ചാനലിൽ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന കൂടുതൽ ട്രാവൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ലെറ്റ്സ് എക്സ്പ്ലോർ നോർത്ത് ഗോവ. അപ്പോൾ നമ്മളിപ്പോൾ ഫോർട്ട് അഗൂഡയിൽ വന്നിരിക്കുകയാണ് ഇന്ന് മോർണിംഗ്. കുറച്ച് ഇന്ന് ഗോവയിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നതാണ്. ഇപ്പോൾ ഫോർട്ട് അഗൂഡ ഇതുപോലെ തന്നെ നമ്മളുടെ ഒരു ഐക്കോണിക് പ്ലേസ് തന്നെയാണ്. ഈ ചപ്പോറ ഫോർട്ട്, അഗൂഡ ഫോർട്ട് ഒക്കെ നല്ല വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഹിസ്റ്റോറിക് പ്ലേസ് ആണ്. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. പോർച്ചുഗീസ് ടൈം തൊട്ടേ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഫോർട്ടാണിത്. ഇവിടെ തന്നെ ഈ ഫോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ജയിലുണ്ട്, ലൈറ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പോയി കാണാം. മമ്മിയും ഡാഡിയൊക്കെ ഓരോ ക്യാപ്പ് എടുത്തിട്ടിരിക്കുകയാണ്. അഞ്ചു എത്രയാണ്? 150 രൂപയൊക്കെ വരുന്നുള്ളൂ ഈ ഒരു ക്യാപ്പിനൊക്കെ. സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഈ ഒരു ഫോർട്ട് അഗോഡയിൽ വരുമ്പോൾ തന്നെ ഫുൾ തിരക്കായിരുന്നു. ഇതിന് പേ പാർക്കിംഗ് നമ്മൾ 100 രൂപീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ക്യൂ ഒക്കെയാണ് എൻട്രിക്ക്. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി. ഫോർട്ട് അഗോഡൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ ഈ ഫോർട്ട് അഗോഡൻ്റെ ഉള്ളിൽ വരാൻ 25 രൂപീസ് ആണ് പെർ പേഴ്സൺ നമ്മൾക്ക്. അപ്പോൾ 100 രൂപീസ് 4 പേർക്ക്. ഈ ഒരു ഫോർട്ട് അഗോഡ എന്തായാലും ഫേമസ് ഫോർട്ടാണ്. നോർത്ത് ഗോവയിൽ വരികയാണെങ്കിൽ കണ്ടോലമിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ഫോർട്ട് അഗോഡ വരുന്നത്. എന്തായാലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫോർട്ടിൻ്റെ ഉള്ളിലും പോയി നോക്കാം. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുക. നമുക്ക് സീ വ്യൂ ആണ് അപ്പുറം സൈഡ് കാണാം. നല്ലൊരു ബീച്ച് വ്യൂ ആണ് നമുക്ക് ഈ ഒരു ഫോർട്ട് അഗോഡയിൽ നിന്ന് കാണുന്നത്. ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് പോലെയൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഒരു ഫുൾ ബീച്ച് വ്യൂ ഒക്കെ കാണാൻ പറ്റും. നല്ലൊരു ലൊക്കേഷനിലാണ് ഈ ഒരു അഗൂഡ ഫോർട്ട് വരുന്നത്. ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിങ്കറിംഗ് ബീച്ചിൻ്റെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. കൂടെ കുറേ ബോട്ടുകളൊക്കെ പോകുന്നത് കാണാം. നല്ലൊരു വ്യൂ ആണ്. ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ പോർച്ചുഗീസ് കാലം തൊട്ടുള്ളതുകൊണ്ട് ഈ ഫോർട്ടിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജയിലുണ്ട്, അതുപോലെ ഒരു ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഫോർട്ട് അഗോഡ കണ്ടു കഴിഞ്ഞു. ഇവിടെ നമ്മൾ താഴെ ഇനി ഫോർട്ട് അഗോഡയിൽ തന്നെ അതിൻ്റെ താഴെ തന്നെയായിട്ട് തന്നെ നമ്മൾക്കൊരു ബോട്ടിംഗ് ഉണ്ട്. റിവറിലൊക്കെ ആയിട്ട് നമുക്കൊരു ബോട്ടിംഗ് പോകാൻ പറ്റും. ആ ബോട്ടിംഗ് നമുക്ക് നോക്കാം. തിരക്കില്ലെങ്കിൽ അവിടെ പോകാമെന്ന് പറഞ്ഞിട്ടാണ്. അല്ലാണ്ട് ഇന്ന് ഞങ്ങൾ എടുത്ത സ്റ്റേ നല്ല അടിപൊളി സ്റ്റേ ആണ്. ഐബസ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു വാഗട്ടോറിലിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. നല്ല വെയിലാണ്. ഫോട്ടോ കൂടെ വരികയാണെങ്കിൽ നിങ്ങൾ സൺഗ്ലാസും ഇതുപോലെ ക്യാപ്പൊക്കെ എടുത്തോണം. എന്തായാലും ഈവനിങ് വരുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവുക. ഈവനിങ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ, നല്ല സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് പോകാൻ നല്ലൊരു പ്ലേസ് ആണ്. നമുക്ക് കുറേ നല്ല നല്ല ഫോട്ടോസും കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഫോട്ടോസ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ചാനൽ ചെക്ക് ചെയ്യുക. ക്ലൂലെസ് പാസ്പോർട്ട് തന്നെയാണ്. അപ്പോൾ അതും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഫോർട്ട് അഗോഡയിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ കൂടെ നമ്മൾക്കൊരു ബോട്ടിംഗ് ഉണ്ട്. ആ ബോട്ടിങ്ങിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഫോർട്ട് അഗോഡയുടെ താഴെ തന്നെയാണ് ഈ ഒരു ബോട്ടിംഗ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ബോട്ടിങ്ങിൻ്റെ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഡോൾഫിൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോൾഫിൻ ട്രിപ്പ് പോലെയാണ് അവിടെ പോകുന്നത്. ബോട്ടിന് ഒരു ടിക്കറ്റ് പ്രൈസ് ഒരു 350 ആണ് വരിക. ബട്ട് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ബോട്ടിങ് പോകണ്ടെന്നാണ് അവരും സജസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇന്ന് ബോട്ടിങ് പോകണില്ല. വേറെ ഏതെങ്കിലും നമുക്ക് പ്ലേസസ് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടുത്തെ ഈ ഒരു സിങ്കറിംഗ് ജെട്ടിയിൽ ഈ ഒരു ബോട്ടിംഗ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഫോർട്ട് അഗോഡയിൽ നിന്ന് നമ്മൾ ആ ഒരു ബോട്ടിംഗ് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ അങ്ങനെ നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ പോയി ചെക്കിങ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ്. നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫാറ്റ് ഫിഷ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറച്ച് ഗോവൻ ഡിഷസും അതേപോലെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് സീ ഫുഡും അതൊക്കെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഫാറ്റ് ഫിഷിലേക്ക് വന്നിരിക്കുന്നത്. അവിടെ പോയി നമുക്ക് ഫുഡും ട്രൈ ചെയ്ത് നോക്കാം. ഫാറ്റ് ഫിഷ് അതിൻ്റെ കുറേ സ്ഥലത്തിലുണ്ട്. അഞ്ജുനാലുണ്ട്, ഓൺ ദ വേ ടു അഞ്ജുന പോകുന്ന വഴിക്ക് തന്നെ ഉണ്ട്. ഞങ്ങൾ ബാഗാൻ്റെ അടുത്തുള്ള ഒരു ഫാറ്റ് ഫിഷ് റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയി നമുക്ക് ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫാറ്റ് ഫിഷിലൊന്ന് കുറച്ച് ലഞ്ചിനുള്ള ഡിഷസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഗോവൻ സ്പെഷ്യൽ ഡിഷസ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് നമ്മൾ റൊട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഒരു ഗോവൻ ടൈപ്പ് കറിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പ്രോൺ ബാൽചാവ് എന്ന് പറഞ്ഞൊരു കറിയും അതേപോലെ തന്നെ ചിക്കൻ വിന്താലു അതൊരു കോക്കനട്ട് ബേസ് കറിയാണ്. അപ്പോൾ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മളുടെ ഫുഡ് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ആ ഒരു കുൽച്ച വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബട്ടർ റൊട്ടി വന്നിട്ടുണ്ട്, ബട്ടർ ഗാർലിക് റൊട്ടി. 2 കറിയാണ്. ഒന്ന് പ്രോൺസ് ബാൽച്ചാവ് എന്ന് പറഞ്ഞ കറിയും അതേപോലെ തന്നെ ചിക്കൻ വിന്താലു. രണ്ടും ഒരു ഗോവൻ ഡെലിക്കസിയാണ്. അതിലാണ് നമ്മളൊരു ജീര റൈസും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ലഞ്ചിൽ. ഫാറ്റ് ഫിഷ് വരികയാണെങ്കിൽ സീ ഫുഡൊക്കെ നല്ല അടിപൊളി സീ ഫുഡ്സൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കട്ടെ ഞങ്ങൾ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിച്ച ഫുഡൊക്കെ ഒരു വെറൈറ്റി ഡിഷായിരുന്നു. ഗോവൻ കറീസ് ഒക്കെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കറിയായിരുന്നു. അപ്പോൾ ഇവിടെ ഫാറ്റ് ഫിഷ് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഈ ഗോവൻ ടൈപ്പ് ഡെലിക്കസീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫാറ്റ് ഫിഷിൽ നിന്ന് ഇറങ്ങി നേരെ വാഗറ്റോറിലുള്ള IB സ്റ്റൈൽ ഹോട്ടലിലേക്ക് പോവാണ്. ഇതാണ് ഹോട്ടലിൻ്റെ റിസപ്ഷൻ. IB സ്റ്റൈൽ വാഗറ്റോറിൽ ഇരുന്ന പ്രോപ്പർട്ടിയാണത്. അപ്പോൾ ഇവിടെ നമ്മൾ എത്തി. ഇവിടെ നമ്മൾ ഇനി 3 days ഇവിടെ തന്നെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു ഗാർഡൻ ഏരിയ ഉണ്ട്. അതായത് നമ്മൾക്ക് ഉള്ളിൽ പുറത്ത് തന്നെ ഒരു ഗാർഡൻ ഉണ്ട്. ഇവിടെ ചെറിയൊരു ലോൺ സ്പേസ് നമുക്ക് ഈ ഒരു പാർട്ടിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലോൺ സ്പേസ് ഉണ്ട്. അതേപോലെ ഇവിടെ തന്നെ നമ്മൾക്ക് ഒരു ബാറും അതേപോലെ തന്നെ അടുത്ത് തന്നെ ഒരു സ്വിമ്മിംഗ് പൂളും വരുന്നുണ്ട് ഇവിടെ തന്നെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ IB സ്റ്റൈലിൽ ഇപ്പോൾ റൂം എടുത്തു കഴിഞ്ഞു. ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു സുപ്പീരിയർ ട്വിൻ റൂമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫാമിലി ആയിട്ട് വന്നുകൊണ്ട് ഞങ്ങൾ ഒരു ട്വിൻ റൂം ചൂസ് ചെയ്തു. ട്വിൻ റൂം എന്ന് പറയുന്നത് എല്ലാ റൂമും ഏകദേശം ഒരേ സൈസ് തന്നെയാണ്. ട്വിൻ റൂമിന് മാത്രം ഒരു ഡോർ, ഒരു പാർട്ടീഷൻ ഉണ്ടാവും. അങ്ങനെ അടുത്തടുത്തുള്ള റൂമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ റൂം എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾക്ക് ഒരു കൊറിഡോർ ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ റൂമിലാണ് എത്തുന്നത്. അപ്പോൾ ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡും അതുപോലെ അടുത്ത് തന്നെ ആയിട്ട് നമുക്ക് ഇരിക്കാനായിട്ടൊരു കൗച്ചൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു TV യൂണിറ്റ് ഉണ്ട്. പിന്നെ ഒരു സ്നാക്ക് കൗണ്ടറും ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ടീ, കോഫി എല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയൊരു മിനി ഫ്രിഡ്ജും വരുന്നുണ്ട്. പിന്നെ നേരെ ഇവിടെ ബാൽക്കണിൻ്റെ ഒരു നല്ലൊരു വ്യൂ ആണ്. ഒരു ഗാർഡൻ വ്യൂ ആയിട്ടുള്ള ഒരു റൂമാണ്. പുറത്തും ഇതുപോലെ തന്നെ ടീ, കോഫിയൊക്കെ കുടിച്ചിരിക്കാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾക്ക് ബാൽക്കണിയിൽ നോക്കിക്കഴിഞ്ഞാൽ താഴെ ഒരു വാക്ക് വേ പോലെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഒരു നല്ല വ്യൂ ആണ് ഇവിടുന്ന്. ഇതാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ടോയ്ലറ്ററീസ് ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ഹെയർ ഡ്രയർ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് ഇവിടെ വരുന്നത്. ഇവിടെ തനിയായിട്ടൊരു ഷവർ സ്പേസും അവർ തരുന്നുണ്ട്. ഞങ്ങൾ എടുത്ത ഈ ഒരു IB സ്റ്റൈലിലുള്ള ഈ ഒരു സുപ്പീരിയർ റൂമിന് പെർ ഡേ 5,000 ആണ് ഓരോ റൂമിന് അവർ ചാർജ് ചെയ്യുന്നത്. കൂടാതെ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു 5,000 തന്നെ നമുക്ക് കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റും വരും. അതുകൂടാതെ 20% ഓൺ ഫുഡ് ആൻഡ് ബെവറേജസും വരുന്നുണ്ട്. ഇത് കൂടാതെ ഇനി ഒരു ഓഫറും കൂടെ ഉണ്ട് അവർക്ക്. അതായത് ഒരു ബുഫേ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ തന്നെ ഒരു ബുഫേ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ബുഫേ ഫ്രീ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള റൂംസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇന്ന് ഈവനിങ് ആയിട്ട് ഞങ്ങൾ അഞ്ജന ഫ്ലീ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. വെനസ്ഡേ മാത്രമുള്ള ഒരു മാർക്കറ്റാണ് ഈ ഒരു അഞ്ജന ഫ്ലീ മാർക്കറ്റ് എന്ന് പറയുന്നത്. കുറേ സൊനീർ ഐറ്റംസ്, ജ്വല്ലറി, ബാഗ്സ്, അങ്ങനെ കുറേ ഐറ്റംസ് ഷോപ്പ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ് ഇവിടെ അഞ്ജനയിൽ തന്നെ. അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു
2 or 3 കിലോമീറ്റേഴ്സേ ഉള്ളൂ. ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ഒരു 10 മിനിറ്റ്സിൽ തന്നെ ഇവിടെ എത്തി. അപ്പോൾ നമുക്ക് പോയി നോക്കാം. 6 o'clock വരെ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നോക്കാം നമുക്ക്. നിങ്ങൾക്ക് ഇങ്ങനത്തെ സുവീനിയേഴ്സും അതേപോലെ തന്നെ ഡ്രീം ക്യാച്ചേഴ്സ് ഇതൊക്കെ വേണമെങ്കിൽ ഈ ഒരു ഫ്ലീ മാർക്കറ്റ് നല്ല അടിപൊളി റേറ്റിൽ തന്നെ മേടിക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് മേടിക്കാനും വേണം. ഒരു ഫിക്സ്ഡ് പ്രൈസ് ആയിരിക്കില്ല. കുറച്ച് ബാർഗെയിൻ ചെയ്തൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല പ്രോഡക്റ്റ്സ് മേടിക്കാൻ പറ്റും. നമ്മൾ മാർക്കറ്റ് എൻട്രി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുറത്തും കുറേ കടകളുണ്ട്. ഒരു ഫിക്സഡ് പ്രൈസിലാണ് എല്ലാം അവർ സെയിൽ ചെയ്യുന്നത്. ഇനി ഉള്ളിലുള്ള കടകളും കൂടെ നോക്കാം. എന്തായാലും ഇത് 6 o'clock വരെയൊക്കെ ഉള്ളൂ ഈ ഒരു മാർക്കറ്റ്. അപ്പോൾ എല്ലാവരും അതിനെ ക്ലോസ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ മുന്നിൽ വരികയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ എടുക്കാൻ പറ്റും. അവിടെ ഇങ്ങനെ കുറേ ഡ്രീം ക്യാച്ചേഴ്സ് കാണാൻ പറ്റും. ഡ്രീം ക്യാച്ചേഴ്സ് ഞങ്ങൾ വീട്ടിൽ പോയ പ്രാവശ്യം വന്നപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഡ്രീം ക്യാച്ചേഴ്സ് ആണല്ലേ. ആ ഒരു ബിലീഫൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രീം ക്യാച്ചേഴ്സ് ഒക്കെ നല്ല അടിപൊളി ഡ്രീം ക്യാച്ചേഴ്സ് ഒക്കെ വന്നു വെച്ച് മേടിക്കാൻ പറ്റും. കുറേ കടകളുണ്ട് അല്ലേ അഞ്ചു? ഇത്തവണ കുറേ കടകളുണ്ട്. കുറച്ച് കുറവായിരുന്നു. ക്രൗഡും ഉണ്ട്, നിറയെ കടകളും ഉണ്ട്. സീസൺ ആയതുകൊണ്ട് കുറച്ചും കൂടി എക്സ്ട്രാ ഉണ്ട്. ഇത് സ്ട്രെയിറ്റ് വന്നു വെച്ചാൽ നമ്മൾക്ക് അഞ്ജുന ബീച്ചിൽ ഇറങ്ങാൻ പറ്റും. ഇവിടെ തന്നെ ഈ ഫ്ലീ മാർക്കറ്റ് കഴിഞ്ഞ് പറഞ്ഞാണ് ഈ അഞ്ജുന ബീച്ച് ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് ഈ അഞ്ജുന മാർക്കറ്റിലൊക്കെ വരിക, അഞ്ജുന ഫ്ലീ മാർക്കറ്റിലൊക്കെ വരികയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ നമ്മൾക്ക് ബീച്ചൊക്കെ കാണാൻ പറ്റും. ഇത് അഞ്ജുന ബീച്ചാണ്. ഭയങ്കര ക്രൗഡഡ് ഉണ്ട്. കുറച്ച് സീസൺ ആയതുകൊണ്ട് ക്രൗഡഡൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരു കോറൽ റീഫ് പോലെ സ്റ്റോൺസ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അത് കുറച്ച് നോക്കി നടന്ന് വരണം. ഇത് കുറച്ച് ഭയങ്കര ഷാർപ്പൊക്കെയാണ്. അപ്പോൾ നോക്കി നടന്ന് വന്നു വെച്ചാൽ നല്ല ഫോട്ടോസൊക്കെ കാണാൻ പറ്റും. സൺസെറ്റ് അടിപൊളി സൺസെറ്റാണ്. നോർത്ത് ഗോവൻ്റെ ബാഗ കലങ്കട്ട് കഴിഞ്ഞ് വെച്ചാൽ വരുന്ന ഏരിയ ആണ് അഞ്ജുന വാഗട്ടോർ എന്ന് പറഞ്ഞ ഏരിയ. നമ്മൾ വാഗട്ടോറിൽ സ്റ്റേ ചെയ്യുന്നത്. ഇത് അഞ്ജുന ഫ്ലീ മാർക്കറ്റ് ഓൺലി വെനസ്ഡേ മാത്രമേ ഉള്ളൂ. വന്നു വെച്ചാൽ ഇങ്ങനെ ഈ അഞ്ജുനയിലൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് സൺസെറ്റ് കണ്ടിട്ട് പോകാൻ പറ്റും. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ തന്നെ നമ്മുടെ റൂമിൽ തന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് വരുന്നുണ്ട്. നല്ലൊരു വൈറ്റ് സ്പ്രെഡ് തന്നെ വരുന്നുണ്ട്. ഫസ്റ്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾക്കൊരു കോൾ കട്ട്സിലുള്ള ഫ്രൂട്ട്സും അതേപോലെ കോൾഡ് മീറ്റ്സ് പിന്നെ സീരിയൽസ് ഇതൊക്കെ വരുന്നുണ്ട്. ആൻഡ് ദെൻ ടൈപ്പ് ഓഫ് ജ്യൂസ് വരുന്നുണ്ട്. വാട്ടർമെലൺ ജ്യൂസും കുക്കുംബർ ആൻഡ് കൊറിയാണ്ടർ ജ്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ചായ കൗണ്ടർ ഉണ്ട്. നമുക്ക് ടീ കോഫിയൊക്കെ എടുക്കാം. പിന്നെ വെറൈറ്റി ഓഫ് മെനു തന്നെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനുള്ള എല്ലാവരും സേവ ഉണ്ട്, ഉപ്മ ഉണ്ട്, അതേപോലെ തന്നെ ജെയിൻ ഫുഡായിട്ട് രണ്ടെണ്ണമുണ്ട്. സാമ്പാർ, ഇഡ്ഡലി, പിന്നെ പൊക്കോറ ഉണ്ട്, പൂരി ഉണ്ട്, പിന്നെ കുറച്ച് നോൺ വെജ് ഐറ്റംസും ഉണ്ട്. ബേക്ക്ഡ് ബീൻസ്, പെരി പെരി പൊട്ടാറ്റോ ക്യൂബ്സ്, ഗ്രിൽഡ് ചിക്കൻ, പിന്നെ ഓംലേറ്റ് ഉണ്ട്. അതേപോലെ ബ്രെഡ് സെക്ഷൻ തനിയായിട്ട് തന്നെ ഉണ്ട്. ജാംസും പിന്നെ അതേപോലെ തന്നെ ടീ, കോഫി, ചോക്കോസ്, കോൺഫ്ലെക്സ് ഒക്കെ എടുക്കാൻ പറ്റും. ഇവിടെ തന്നെ നമ്മൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വരുന്ന ലഞ്ചും ഇതേ സ്പോട്ടിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതെന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യാം അല്ലേ അഞ്ചു?
അപ്പോൾ ഞങ്ങളിവിടെ മാൻഡ്രം ബീച്ചിൽ വന്നിട്ടുണ്ട്. മോർണിംഗ് ഒരു മാൻഡ്രം ബീച്ചിൽ കുറച്ച് നേരം എന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ മാൻഡ്രം ബീച്ചിലേക്കാണ് വന്നിരിക്കുന്നത്. മാൻഡ്രം ബീച്ച് എന്ന് പറയുന്നത് കുറച്ച് ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ചാണ്. ഇവിടെ തന്നെ കുറേ ഫുഡ് സ്പോട്ടൊക്കെ ഉണ്ട്. ഫേമസ് ആയിട്ടിരിക്കുന്നത് ഫുഡ് പ്ലാനറ്റ് കേട്ടോ. ദ ഫുഡ് പ്ലാനറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ ഭയങ്കര ഫേമസ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ. എന്നാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് നമ്മൾ ബീച്ചിൽ കുറച്ച് നേരം ഇരുന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ നമ്മൾക്ക് ഈ ഒരു വീക്കിൽ എന്തൊക്കെ പാർട്ടി നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാം ഈ ഒരു ബോർഡിൽ തന്നെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു മാൻഡ്രം ബീച്ചിൽ ഒരു ഫേമസ് കഫേയാണ് ഈ ഫുഡ് പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ട്. അവിടെ തന്നെ എല്ലാ ഈ വീക്കെൻഡും അടുത്ത വീക്കെൻഡും വരുന്ന പാർട്ടീസൊക്കെ ഇവിടെ നമുക്ക് പോസ്റ്ററായിട്ട് ഉണ്ടാവും. ഇവിടെ നോക്കിയിട്ട് നമ്മൾക്ക് ഏത് പാർട്ടി വേണോ അവിടേക്ക് പോകാൻ പറ്റും. നമുക്ക് മാൻഡ്രം ബീച്ച് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പാർക്കിംഗ് ഒരു പ്ലേസ് ഉണ്ട്. ഈ ഫുഡ് പ്ലാനറ്റ് എന്ന് പറഞ്ഞ ഒരു പാർക്കിംഗ് സ്പോട്ട് ഉണ്ട്. PN പാർക്ക് സ്പോട്ട് ഉണ്ട്. അവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് ഒരു 100 rupees തന്നെ പേ ചെയ്യാൻ പറ്റും. കാറിലൊക്കെ വരികയാണെങ്കിൽ നടന്നൊന്നും വരണ്ട, റോഡ് സൈഡിലൊന്നും പാർക്ക് ചെയ്ത് കുറേ ദൂരം നടന്നൊന്നും വരണ്ട. ഈ ഒരു സ്പോട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്പോട്ടിൽ തന്നെ വന്ന് PN പാർക്ക് ചെയ്തിട്ട് നമുക്ക് ബീച്ചൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതൊരു നല്ലൊരു സ്പോട്ടാണ്. ഇങ്ങനെ നമുക്ക് എല്ലാവരും ഇങ്ങനെ PN പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നോക്കി നിർത്തിയാൽ മതി. കോക്കനട്ട് ട്രീസ് ആണ്, അപ്പോൾ അത് നോക്കി നിർത്തിയാൽ മതി. ഇവിടെ 100 rupees ആണ് നമ്മൾ ഈ ഒരു PN പാർക്കിൽ കൊടുത്തത്. അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു. നമ്മൾ അഞ്ചിന ഫ്രീ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കൂടാ പോയി കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഐബിസ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് വാഗട്ടോറിലിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഇത് രാവിലെ ഞങ്ങൾ മാൻഡ്രം ബീച്ചിലൊക്കെ പോയിട്ട് വെക്കുന്ന സ്വിമ്മിംഗ് പൂളിലാണ്. എന്തായാലും ലഞ്ച് ബൊഫേ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ നല്ലൊരു ദിവസം. സെക്കൻഡ് ഡേ ഇൻ ഗോവ ലൈക്ക് അമേസിങ്. പിന്നെ തേർഡ് ഡേ ആണ്. പിന്നെ നമ്മൾ കുറച്ച് നോർത്ത് ഗോവ സെൻട്രൽ ഗോവ പഞ്ചും ആ ഏരിയയിലൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ്. ഏതായാലും നിങ്ങൾക്ക് ഈ ഒരു ഗോവ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സാരിയ ഫ്രം പ്യൂർനെസ് ഫാസ്റ്റ്. ബൈ.